ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കേസുകളാണ് പഠിച്ചത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആറ്റം എന്ന് പറഞ്ഞ ടോപ്പിക് ആൾറെഡി പഠിച്ചു. അതിനുശേഷം പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സ് അഥവാ ഹിസ്റ്ററിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആയോ? സ്ഥിരമായി നിങ്ങൾ മറ്റേ ന്യൂലാൻഡിനെ പറ്റിയും ഡോബറേനെ പറ്റിയൊക്കെ കേൾക്കാറില്ലേ? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ്സുകളെല്ലാം ഒരു ഓർഡറിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എല്ലാ കാര്യവും മനസ്സിലാകത്തുള്ളൂ. ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണേ. അതുപോലെ നോട്ട് എഴുതിയെടുക്കാനും മറക്കരുത്. ഞാൻ ഈ നോട്ടെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരുന്നുണ്ട്. ഓക്കെ ആണ്ട, എങ്കിലും നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ട് PDF വായിക്കുന്നതും എഴുതിയെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ നോക്കിക്കോ, ഈ ഹിസ്റ്ററി ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട് പീരിയോഡിക് ടേബിളിന്റെ മറ്റേ പ്രോപ്പർട്ടീസ്, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ ബ്ലോക്കുകളെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഹിസ്റ്ററിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം മെയിൻലി പഠിച്ചായിരുന്നു. എലമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു അല്ലെ? എലമെന്റ്സ്. സോ ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയുള്ളത്, പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ നിലവിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 118 എലമെന്റ്സ് ഉണ്ട്. ക്ലിയർ? ഈ 118 എലമെന്റ്സിന്റെ അകത്ത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ളതുണ്ട്, നോക്ക്, നാച്ചുറലി ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ മാൻ മെയ്ഡ് ആയിട്ടുള്ളതുണ്ട് അല്ലെ? മനുഷ്യ നിർമ്മിതമായിട്ടുള്ളതും ഉണ്ട്. അപ്പൊ നാച്ചുറലി ആയിട്ടുള്ളതും മാൻ മെയ്ഡ് ആയിട്ടുള്ളതും. സോ രണ്ടും ഉണ്ട്. ഇപ്പൊ നിലവിൽ എത്ര എലമെന്റ് ഉണ്ട്? 118 ഉണ്ട്. പക്ഷെ ആദ്യ കാലങ്ങളിൽ അത്രയും ഇല്ലായിരുന്നു. ആദ്യ കാലങ്ങളിലൊന്നും അത്രത്തോളം എലമെന്റ്സ് ഇല്ലായിരുന്നു. സോ ആദ്യമേ ഇങ്ങനെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്ന സമയത്ത് ആദ്യമൊക്കെ ഉണ്ടാകുന്ന പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സ് ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഈ എലമെന്റ്സ് എല്ലാം പിൽക്കാലത്ത് കണ്ടുപിടിച്ച് വന്നതാണ്. ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചോണേ. ഇപ്പൊ ഹിസ്റ്ററിക്കലോട്ട് കയറുന്നതിന് മുമ്പേ ആ ഒരു ഐഡിയ വെക്കുക. നിലവിൽ 118 ഉണ്ട്, പക്ഷെ ആദ്യമേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ മൂലകങ്ങളുടെ വർഗീകരണം തുടങ്ങുന്നത്, അത് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വൈ, എന്തിനിങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കണം, എന്തിനിങ്ങനെ എലമെന്റ്സിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ സിമ്പിൾ ലോജിക് ആണ്. ഫസ്റ്റ് നിങ്ങൾ ഒരു ലൈബ്രറി ആലോചിക്കുക. ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കണേടാ. ഇപ്പൊ കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. സോ മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. എടാ, ഇപ്പൊ നിങ്ങൾ ഒരു ലൈബ്രറി ആലോചിച്ച് നോക്കുക. ഈ ലൈബ്രറിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലൈബ്രറിയിലോട്ട് പോവുകയാണ്. ഞാൻ പോയതിനു ശേഷം എനിക്ക് നോവൽ വേണം, എനിക്ക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ബുക്ക് വേണം, ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടൊരു കഥ വേണം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കും, ചേട്ടാ എൻ്റെ ഉദ്ദേശം ഇതാണ്, എനിക്ക് ഫ്രിക്ഷൻ പരമായിട്ടുള്ള ഒരു പുസ്തകം വേണമെന്ന് പറയും. ഞാൻ നേരെ എന്ത് ചെയ്യും? നേരെ അദ്ദേഹം എന്നെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും. അവിടെ ഒരു ഡ്രോയിക്കകത്ത് അല്ലെങ്കിൽ അവിടെ ഒരു സെക്ഷനിൽ ഒരു ഷെൽഫിൽ ഈ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഈസിലി ഞാൻ ഉദ്ദേശിച്ച ബുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? നിങ്ങൾ പോവുകയാണ്, നിങ്ങൾ പോയിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു നോവൽ വേണം, ഇന്നൊരു നോവൽ വേണം. അപ്പോൾ നിങ്ങൾ അദ്ദേഹം നേരെ നോവലിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുപോകും. ക്ലിയർ? അവിടെ തന്നെ മലയാളം നോവൽ, ഇംഗ്ലീഷ് നോവൽ, അങ്ങനെ എന്ത് ചെയ്യും? ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇത്രയുള്ള പരിപാടി. അറേഞ്ച് ചെയ്ത് അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ എത്ര പേര് ലൈബ്രറി പോകും? കുറെ പേര് തന്നെ പോകും അല്ലേ? സോ ലൈബ്രറി ഏറ്റവും എക്സാമ്പിൾ മാർജിൻ ഫ്രീ ആണ്. ഇതിൻ്റെ അകത്ത് കയറാത്ത ആരും തന്നെ കാണൂല. സോ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെയും മോഡലിലല്ലേ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിൽക്കുന്ന സെയിൽസിന് നിൽക്കുന്ന ചേച്ചിമാരത്തൊക്കെ ചോദിക്കും, ചേച്ചി എനിക്ക് പൗഡർ വേണം, ചേച്ചി എനിക്ക് സോപ്പ് വേണം, അല്ലെങ്കിൽ എനിക്ക് അരി വേണം, പഞ്ചസാര എവിടെയാണ് നിൽക്കുന്നത്. അപ്പം ചേച്ചി എന്ത് ചെയ്യും? ഒരു സെക്ഷൻ കാണിച്ചു തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോപ്പാണ്, സോപ്പ് തപ്പിയാണ് പോകുന്നെങ്കിൽ നോക്ക്, സോപ്പിന് ഒരു ഡ്രോ കാണും അല്ലേ? അതിൻ്റെ അകത്ത് ഇരിക്കുന്നതെല്ലാം ബേസിക്കലി സോപ്പായിരിക്കും. ബേസിക്കലി പല കമ്പനി കാണും, ഞാൻ പറഞ്ഞ വാക്കുകൾ പല കമ്പനി കാണും, പക്ഷെ ബേസിക്കലി എന്തായിരിക്കും? സോപ്പായിരിക്കും. ക്ലിയർ? സോ അപ്പോൾ ഒരേപോലെ പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളെ ഒരുമിച്ച് അറേഞ്ച് ചെയ്താൽ എപ്പോഴും പിക്ക് ചെയ്യാൻ എന്തായിരിക്കും? എളുപ്പം ആയിരിക്കും. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഒരേപോലെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചാൽ പിക്ക് ചെയ്യാൻ എന്തായിരിക്കും? എളുപ്പമായിരിക്കും. സോ ഈ ഒരു കോൺസെപ്റ്റ് നേരെ നമ്മുടെ മൂലകങ്ങളിലോട്ടും എന്ത് ചെയ്യാണ്? വരികയാണ്. എലമെന്റ്സിലോട്ടും എന്ത് ചെയ്യാണ്? വരികയാണ്. സോ മൂലകങ്ങളെയും ഇത്തരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് 118 മൂലകങ്ങളാണ്. 118 മൂലകങ്ങളാണ്. ഇവയിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട്. നോക്കിക്കോ,
ഇത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഓരോ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക വളരെ പ്രയാസമാണ്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയാൽ പഠനം എളുപ്പമാകുമല്ലോ. ഞാൻ പറഞ്ഞ സെയിം കേസ് ആണ് ഇവിടെ പറഞ്ഞത്. അല്ല ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളൂ, PSC പോയിന്റ് ഓഫ് വ്യൂവില് ആവശ്യമുള്ളൂ. അടുത്ത ഇത്തരത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ. ക്ലിയർ അല്ലേ? അതേപോലെ മൂലകങ്ങളെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടികയാണ് ഇത് പീരിയോഡിക് ടേബിൾ. ഇതൊരു ടേബിൾ ആണ്. ക്ലിയർ? ഞാൻ മറ്റേ ചളിയൊന്നും അടിക്കണല്ലേ, പണ്ട് പീരിയോഡിക് ടേബിളിന്റെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ എന്നൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയെന്നൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. സോ എനിവേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല പീരിയോഡിക് ടേബിളിന്റെ കാലൊടിഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ അച്ഛന് മനസ്സിലാവുമായിരിക്കും, പക്ഷെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അവസ്ഥ പോലും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ചളി അടിക്കുന്നുമില്ല. സോ ഗൈസ് നോക്കിക്കോ, സ്ഥിരം കേൾക്കുന്നതാണ് ഇത് പറഞ്ഞിട്ട് അടുത്ത ഞാൻ മിക്കപ്പോഴും ഞാൻ കേൾക്കാറുള്ളത് പീരിയോഡിക് ടേബിളിന്റെ കാലൊടിഞ്ഞ കഥയാണ്. സോ എനിവേ കാര്യം വിട്ടേരെ. സോ നോക്കിക്കോ, ഇനി നമ്മുടെ മൂലകങ്ങളുടെ വർഗീകരണത്തിലൂടെ നമ്മൾ കിടക്കുകയാണ്. സോ മൂലകങ്ങളുടെ വർഗീകരണത്തെ പറ്റി പറയുമ്പോൾ ആദ്യകാലത്ത്, അതായത് മൂലകങ്ങളെ എലമെന്റ്സിനെ ആദ്യമായിട്ട് വർഗീകരിച്ച ആളാരാണ്? ലാവോസിയർ അല്ലെ? ഇവിടെ ലാവോസിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നോർമലി ലാവോസിയർ എന്നാണ് പറയാറുള്ളത്. അന്റോണിയോ ലാവോസിയർ. ക്ലിയർ? അന്റോണിയോ ലാവോസിയർ. സോ നോക്ക്, മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച ആൾ അന്റോണിയോ ലാവോസിയർ ആണ്. സിംപിളി ഇത്രയുള്ള ഇദ്ദേഹം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അതുപോലെ തന്നെ അലോഹങ്ങളെന്നും എന്നാണ് വർഗീകരിച്ചത്. ക്ലിയർ ആയോ? ലോഹങ്ങളെന്നും അലോഹങ്ങൾ എന്നുമാണ് അദ്ദേഹം അതിനെ എന്ത് ചെയ്തത്? വർഗീകരിച്ചത്. മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും എന്ത് ചെയ്തു? വർഗീകരിച്ചു. ഇദ്ദേഹത്തിന്റെ സമയത്ത് 33, അതായത് അദ്ദേഹത്തിന്റെ പീരിയോഡ് ടേബിൾ എത്ര ആൾക്കുണ്ടായിരുന്നു? 33 എലമെന്റ്സ് ഉണ്ടായിരുന്നു. ക്ലിയർ? അത് ചോദിക്കേ, ലാവോസിയർ എത്ര മൂലകങ്ങളെയാണ് വർഗീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 മൂലകങ്ങളെയാണ് ആര് വർഗീകരിച്ചത്? ലാവോസിയർ വർഗീകരിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത്, ആദ്യകാല ശ്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിക്കുന്നതിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയ ഒരാളാണ് ലാവോസിയ. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വർഗീകരിച്ച എങ്ങനെയാണ്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. അന്ന് അദ്ദേഹം വർഗീകരിച്ചപ്പോൾ അദ്ദേഹത്തിൽ എത്ര ഉണ്ടായിരുന്ന? 33. ഇമ്പോർട്ടന്റ് ആണ്. എത്ര? 33 എലമെന്റ്സ്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി അതിനുശേഷം അടുത്തായിട്ട് വരുന്ന ആളാണ് ആര്? ഡോബറൈനറിനെ പറയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഡോബറൈൻ പട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് പരിപാടി എന്ന്. എന്താണ് ഈ ഡോബറൈനറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചു. അതായത് മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 എന്ത് ചെയ്തു? തിരിച്ചു. ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡോബറൈനർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അതാ നോക്കിക്കോടാ, 3 ബാക്കിയൊക്കെ വിടും. 3 എലമെന്റ്സ്, അതായത് 3 എലമെന്റ്സ്, അതായത് 3 വെച്ച് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ക്ലിയർ ആയോ? 3 വെച്ച് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്നറിയപ്പെട്ടു. ഇവ എന്തെന്നറിയപ്പെട്ടു? ട്രയാഡ്സ്, ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ്. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. എന്നാൽ ഏതാനും മൂലകങ്ങൾക്ക് മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 3 എലമെന്റ്സിനെ എടുത്തല്ലോടാ. 3 എലമെന്റ്സ്, ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി. ഇങ്ങനെ വിചാരിക്കുക, എ ബി സി. ഇതില് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇതിനെ 3 ഞാനൊരു ട്രയാഡാക്കി മാറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ചേർത്ത് ഞാനൊരു ഗ്രൂപ്പാക്കി. ക്ലിയർ? ഇതിൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആദ്യത്തതും രണ്ടാമത്തതും, ആദ്യത്തെ എലമെന്റിന്റെ അറ്റോമിക് മാസും ലാസ്റ്റ് കിടക്കുന്ന എലമെന്റ് അറ്റോമിക് മാസും കൂട്ടിയാൽ അതിന്റെ ശരാശരി എടുത്താൽ, ആ രണ്ടിന്റെ അറ്റോമിക് മാസിന്റെ ശരാശരി എടുത്താൽ കിട്ടുന്നത് നടുക്കുള്ളതിന്റെ എന്തായിരിക്കും? അറ്റോമിക മാസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആദ്യത്തതിന്റെയും അവസാനത്തതിന്റെയും അറ്റോമിക മാസുകളുടെ ശരാശരി നടുക്ക് കിടക്കുന്നവന്റെ അറ്റോമിക മാസിന്റെ ഏകദേശമായിരിക്കും. ക്ലിയർ? അറ്റോമിക മാസിന്റെ ഏകദേശം നടുക്ക് കിടക്കുന്നതിന്റെ അറ്റോമിക് മാസ് ആയിരിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക്? സോ ശരാശരി എടുക്കുന്ന 2 സംഖ്യകൾ ശരാശരി ഇതും കൂട്ടിയിട്ട് 2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഒന്നും കൂടി, ട്രയാഡ്സ് ഇതൊക്കെ ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ട്രയാഡ്സിൽ എന്താണ് പരിപാടി? ഡോബറൈനറിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയേ ചെയ്തോളൂ. 3 വെച്ച് എന്ത് ചെയ്തു? ഓരോ ട്രയങ്ങള് ഉണ്ടാക്കി. അതിൽ ആദ്യത്തതിന്റെയും അവസാനത്തതിന്റെയും അറ്റോമിക മാസുകളുടെ ശരാശരി നടുക്കുള്ളവന്റെ ഏകദേശം അറ്റോമിക മാസിനോട് തുല്യമായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇവിടെ 3 മൂലകങ്ങളല്ലേ ഉള്ളത്. നോക്ക്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഞാൻ കോഡൊക്കെ പറഞ്ഞു തരാമേ. നോക്കിക്കോ, ഇതില് ആദ്യം നമുക്ക് കാര്യം നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇവിടെ നോക്കടാ, ഇതിൽ ആദ്യം കിടക്കുന്ന ലിഥിയം, ലാസ്റ്റ് പൊട്ടാസ്യം. അപ്പൊ ലിഥിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക മാസുകൾ നമുക്കൊന്ന് കൂട്ടി വെക്കാം. 39 +
7. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 39 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ 46 കിട്ടും. ഇതിന്റെ ശരാശരി എടുക്കാൻ രണ്ടാൾക്കാരെല്ലാം എടുപ്പം ഡിവൈഡ് ബൈ 2. അപ്പൊ എത്രന്ന് കിട്ടും? 23. അതല്ലേ ഈ കിടക്കുന്ന അല്ലേ സോഡിയത്തിന്റെ. നിങ്ങൾ ഇവിടെ ഓരോരുത്തരെടുത്താലും ഇത് തന്നെ സംഭവിക്കും, പക്ഷെ കറക്റ്റ് കിട്ടൂല, കറക്റ്റ് കിട്ടില്ല, ഏകദേശമായിരിക്കും എന്ത് ചെയ്യുക കിട്ടുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 127 പ്ലസ് 35 എന്നിട്ടൊരു 0.5 ഇട്ട് കൊടുത്താൽ മതിയല്ലോ, എന്നിട്ടൊരു 0.5 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സോ ഒരു 0.5. ശരി നോക്കിക്കോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 0.5 ഇട്ട് കൊടുക്കാം. എടാ എത്രയാണ്? 12 5 7 കൂട്ടുമ്പോൾ 12 2 ശിഷ്ടം 1 3 3 6 1 162.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 80 ആണോ കിട്ടുന്നത്? 160ന്റെ പകുതിയല്ലേ 80. ക്ലിയർ? അപ്പൊ 81 പോയിന്റ് സംതിങ് എന്നല്ലേ വരുള്ളൂ. പക്ഷെ എനിവേ ഏകദേശം 80 ആണ്. ഏകദേശം അദ്ദേഹം അത് ഏകദേശം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത് പറഞ്ഞത്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം കൂട്ടി ആദ്യത്തെയും അവസാനത്തെയും കൂട്ടിയിട്ട്, അഥവാ ആദ്യത്തിന്റെയും അവസാനത്തിന്റെയും ശരാശരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നടുക്കത്തത് കിട്ടും. എന്താണ്? അറ്റോമിക മാസ് ആണ്. ക്ലിയർ ആയോ? സോ ഇനി ഇത് വായിച്ചു നോക്കടാ. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് രണ്ട് മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരി ആയിരിക്കും. അതാണ് ഇമ്പോർട്ടന്റ്, ഏകദേശം ശരാശരി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ശരാശരി നടുക്ക് കിടക്കുന്നവന്റെ അറ്റോമിക മാസിനോട് ഏകദേശം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ പിന്നെയും പറഞ്ഞിരുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഇതെന്താണ്? ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോഡാക്കാം. അപ്പോൾ ട്രയാഡ്സ് അല്ലേ, ഡോബറൈനർ അല്ലേ, നിങ്ങൾ എന്ത് ആലോചിക്കുക? ഡോബറൈൻ പട്ടി ആലോചിക്കാം. ക്ലിയർ? വലിയൊരു ശാസ്ത്രജ്ഞനാണ്, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു മാർക്ക് വാങ്ങണം, അതുകൊണ്ടാണ്. സോ ഈ പട്ടി ആലോചിക്കുക. ഈ ഡോബറൈനർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഡോബറൈൻ പട്ടിയൊക്കെ ഓർമ്മ വരില്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പട്ടിക്ക് ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്താ പറയും? പോയി എടുക്കാൻ പറയും അല്ലേ? ബോൾ തെരഞ്ഞെടുത്ത് എടുക്കാൻ പറയും. നമ്മൾ ട്രൈ എടുക്കാൻ പറയും. ട്രൈ ചെയ്യുന്ന പറയും. പട്ടി നമ്മൾ ട്രയാഡ്സ്. ക്ലിയർ ആയോ? ബോൾ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് പൊട്ടക്കോടാണ്, എങ്കിലും പഠിച്ചാലേ പറ്റുള്ളൂ. ബോളൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പട്ടി ട്രൈ ഡോബറൈൻ ട്രൈ ചെയ്യ് പിന്നെ എറിഞ്ഞു കൊടുക്കും ട്രയാഡ്സ്. ക്ലിയർ ആയോ? ഇപ്പം ഡോബറൈനർ ട്രയാഡ്സ് പക്ക. ഇനി നിങ്ങൾ ഈ 3 ഇതും പഠിക്കണോടാ. ചിലപ്പം ചോദിക്കും, പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോബറൈനറിന്റെ ട്രയാഡ്സിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. സോ ആദ്യത്തത് ഇങ്ങനെ പഠിച്ചാൽ മതി. ലീനയ്ക്ക് എന്ന് പഠിച്ചു വെച്ചാൽ പോരെ. ക്ലിയർ? ലീനയ്ക്ക് ലിഥിയം സോഡിയം പൊട്ടാസ്യം ലീനയ്ക്ക്. അടുത്തത് കസർബ. അടുത്തത് എന്താണ്? കസർബ. കാൽഷ്യം. എന്താണ് ഇവിടെ ഓരോരുത്തരായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാൽഷ്യം സ്ട്രോണ്ടിയം ബാരിയം. ക്ലിയർ? സിമ്പിൾ അല്ലേ? അത് എന്താണ്? കസർബ എന്ന് എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. കസർബ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് എന്താണ്? ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ഈ 3 ആൾക്കാരാണ് ഉള്ളത്. ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കാം. അയ്യോ ബ്രോ ക്ലോസറ്റിൽ വീണേന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അയ്യോ ബ്രോ ക്ലോസറ്റിൽ വീണേ. അയ്യോ ബ്രോ ക്ലോസറ്റിൽ വീണേ. അയഡിൻ ബ്രോമിൻ ക്ലോറിൻ. ക്ലിയർ ആയോ? പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ട് ഇത് പഠിക്കണം. ലീനയ്ക്ക് ലിഥിയം സോഡിയം പൊട്ടാസ്യം. അടുത്തത് കസർബ കാൽഷ്യം സ്ട്രോണ്ടിയം ബാരിയം. അടുത്തത് എന്താണ്? അയ്യോ ബ്രോ ക്ലോസറ്റിൽ വീണേ. അയഡിൻ ബ്രോമിൻ ക്ലോറിൻ. ഇത് തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്ത എന്ന് ചോദിക്കും. പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ഇപ്പൊ ട്രയാഡ്സ് സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ട്രയാഡ്സ് ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാടാ. ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ ആവിഷ്കരിച്ച ആളാണ് ഡോബറൈനർ. ത്രികങ്ങൾ ട്രയാഡ്സ്. അദ്ദേഹം എന്ത് ചെയ്തു? 3 എലമെന്റ്സ് ഉള്ള പെട്ടികളാക്കി. ഇതിൽ ആദ്യത്തതിന്റെയും അവസാനത്തതിന്റെയും അറ്റോമിക മാസുകളുടെ ശരാശരി ഏകദേശം നടുക്കുള്ളതിന്റെ എന്തായിരിക്കും? അറ്റോമിക മാസിനോട് തുല്യമായിരിക്കും. പരിപാടി കഴിഞ്ഞു. 3 ട്രയാഡ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ലീനയ്ക്ക്. ഏതൊക്കെയാണ്? ലിഥിയം സോഡിയം പൊട്ടാസ്യം. അടുത്തത് കസർബ കാൽഷ്യം സ്ട്രോണ്ടിയം ബാരിയം. അടുത്തത് എന്താണ്? അയ്യോ ബ്രോ ക്ലോസറ്റിൽ വീണേ. അയഡിൻ ബ്രോമിൻ ക്ലോറിൻ. പരിപാടി എന്ത് ചെയ്തു? കഴിഞ്ഞു. ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡോബറൈന് ശേഷം വരുന്നയാളാണ് ന്യൂലാൻഡ്. ഒക്ടേവ്സ് അഷ്ടക നിയമം. സിമ്പിൾ ഇത്ര ആലോചിക്കടാ. ന്യൂലാൻഡ് പുതിയ ലാൻഡിൽ ഓട്ട വീണു എന്ന് ആലോചിക്കാം. പുതിയ ലാൻഡ് എന്ത് ചെയ്തു? ഓട്ട വീണു. ന്യൂലാൻഡ് ഒക്ടേവ്സ്. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കഷ്ടമായി പോയി അല്ലെ? പുതിയ ലാൻഡ് വാങ്ങിച്ചിട്ടല്ലേ ഓട്ട വീണു. പുതിയൊരു ലാൻഡ് വാങ്ങിച്ചു, ന്യൂ ലാൻഡ് വാങ്ങിച്ചു, ഓട്ട വീണു. അയ്യോ കഷ്ടമായി പോയി. ന്യൂലാൻഡ് ഒക്ടേവ്സ് അഷ്ടക നിയമം. ലോ ഓഫ് ഒക്ടേവ്സിനെ അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ അത്. ക്ലിയർ അല്ലേ? അപ്പൊ ഡോബറൈനർ പട്ടി ട്രൈ. ഇവിടെ ന്യൂലാൻഡിൽ ഓട്ട വീണു, കഷ്ടമായി പോയി, അഷ്ടക നിയമം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്ത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇദ്ദേഹവും മാസാണ്.
ഇവരെല്ലാം അറ്റോമിക മാസാണ്. മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന, ഹൈലൈറ്റ് ചെയ്യാം ഒന്നും കൂടെ, മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് ന്യൂലാൻഡ് കണ്ടെത്തി. എന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്ക്, ലിഥിയം ഇതല്ലേ അതിനുശേഷം 1 2 3 4 5 സോറി ഇത് ഒന്നാമത്തെ 1 2 3 4 5 6 7 8 എട്ടാമത് വരുന്ന ആള്, അതായത് സോഡിയവും ലിഥിയവും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടെത്തി. അതായത് ഇവിടെ നോക്കടാ, ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തവനും എട്ടാമത്തവനും ഒരേ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, കാണിക്കും. ക്ലിയർ ആയോ? എട്ടാമത് വരുന്ന ആള് ആവർത്തിക്കുകയാണ്. ക്ലിയർ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിൽക്കുന്നതാണ്. എന്റെക്ക് ശേഷം എട്ടാമത് നിൽക്കുന്നവനും ഞാനും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു. എൻ്റെ എല്ലാ ആരംഭ സ്വഭാവവും അവനുണ്ട്, എൻ്റെ എല്ലാ നല്ല സ്വഭാവവും അവനും ഉണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ആര് കണ്ടെത്തിയത്? ന്യൂലാൻഡ് കണ്ടെത്തിയത്. മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ, മൂലകങ്ങളെ അറ്റോമിക മാസ് കൂടി വരുന്ന രീതിക്ക് വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് ന്യൂലാൻഡ് കണ്ടെത്തി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ് എട്ടാമത് വരുന്ന ഏതാണ്? സോഡിയം. അപ്പൊ ലിഥിയവും സോഡിയവും. ക്ലിയർ? അങ്ങനെ ഇവരൊരു ഗ്രൂപ്പ് ഇതെല്ലാം എന്തായിരിക്കും? ആവർത്തിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ? ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം എന്ത് ചെയ്തു? താരതമ്യം ചെയ്തു. സ രി ഗ മ പ ദ നി സ. പിന്നെ സായല്ലേ, റിപ്പീറ്റ് ആയില്ലേ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് അദ്ദേഹം സംഗീതത്തിലെ സപ്തസ്വരവുമായി എന്ത് ചെയ്തത്? ബന്ധിപ്പിച്ച് പറഞ്ഞത്. സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് സംഗീതവുമായി വലിയ പിടുത്തമില്ല. സത്യസന്ധമായുള്ള കാര്യം സത്യസന്ധമായി പറയണമല്ലോ. ഞാൻ അതുകൊണ്ട് എനിക്ക് സംഗീതമായിട്ട് വലിയ പിടിയില്ല. സോ ഗൈസ് നോക്കിക്കോ, സപ്തസ്വരങ്ങൾ. സോ നോക്ക്, സ രി ഗ മ പ ധ നി സ. എഗെയിൻ സ. റിപ്പീറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നാമത് എഴുതുന്നവനും എട്ടാമത് എഴുതുന്നവനും ഒരേ പ്രോപ്പർട്ടി കാണിക്കുക. ക്ലിയർ? അഷ്ടക നിയമം ഇതിനെ സപ്തസ്വരങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് അദ്ദേഹം എന്ത് ചെയ്ത് പറഞ്ഞത്. ഈ വർഗീകരണം അഷ്ടക നിയമം എന്നും അറിയപ്പെടുന്നു. കൂടുതൽ ലോഹങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ വർഗീകരിക്കാനാവില്ല എന്ന് മനസ്സിലായി. ക്ലിയർ? അതായത് ഇപ്പൊ ഇവിടെ ഡോബ്രൈന്റെ കേസ് പറഞ്ഞാലും ഡോബ്രൈൻ എന്ത് ചെയ്തു? ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് രണ്ട് മൂലകങ്ങളുടെയും അറ്റോമിക മാസിനോട് ഏകദേശം ശരാശരിയാണ് അദ്ദേഹം പറഞ്ഞു. ശരി തന്നെയാണ്. ഇത് 3 ആക്കുന്ന സമയത്ത് ഒന്നാമത്തതിന്റെയും ലാസ്റ്റത്തിന്റെയും എടുക്കുമ്പോൾ അതിന്റെ അറ്റോമിക് മാസുകളുടെ ശരാശരി നടുക്കത്തിന്റെ ഏകദേശം ശരാശരിയാണ്. പക്ഷേ നോക്ക്, ഏതാനും മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഡോബ്രൈനിന് ഇങ്ങനെ വർഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. എന്നാൽ അതിനുശേഷം അതിനെ പരിഹരിച്ചുകൊണ്ടാണ് ന്യൂലാൻഡ് വരുന്നത്. പക്ഷെ ന്യൂലാൻഡ് പ്രത്യേകത എന്താണ്? ന്യൂലാൻഡ് ഈ അഷ്ടക നിയമം കൊണ്ടുവന്ന് പക്ഷെ പിൽക്കാലത്ത് കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ അത് എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. കാരണം എല്ലാത്തിനും ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആയോ? ലാവോസിയ സിമ്പിൾ എന്ത് ചെയ്തു? ലോഹങ്ങള് അലോഹങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല. 33 ഉണ്ടായിരുന്നു, അതിനെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചു. സിമ്പിൾ. പക്ഷെ നമ്മുടെ ഡോബ്രൈൻ വന്നപ്പോൾ ത്രികങ്ങളാക്കി. ന്യൂലാൻഡ് വന്നപ്പോൾ അഷ്ടക നിയമം 8 എണ്ണം ആക്കിയിട്ട് ഇങ്ങനെ പറയാൻ നോക്കി, പക്ഷെ നടന്നില്ല. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തതിന്റെയും എട്ടാമത്തതിന്റെയും ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. ന്യൂലാൻഡ് അഷ്ടക നിയമം ഓർത്തു വെച്ചോ. സപ്തസ്വരങ്ങളുമായി കണക്ട് ചെയ്താണ് അദ്ദേഹം എന്ത് ചെയ്തത് പറഞ്ഞത്. ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്കിനി മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. മെന്റലീവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പറ്റിയാണ് നോക്കാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക, എനിക്കുണ്ടായ സഡൻ ചേഞ്ച് ആയിരിക്കും. ഇത്രയും നേരം ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഈ ഷർട്ടല്ലായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചത്? വേറൊന്നുമില്ലടാ, നമ്മൾ ആൾറെഡി ഈ വീഡിയോ എടുത്തു. തലേ ദിവസമാണ് എടുത്തെല്ലാം സെറ്റ് ആക്കിയിട്ട് എഡിറ്റിങ്ങിന് നോക്കിയ സമയത്താണ് ഞാൻ കണ്ടത് ഇവിടെ ഇതിന് ശേഷമുള്ള പോർഷനിൽ നന്നായിട്ട് ഗ്ലിച്ച് വരുന്നുണ്ട്. മീൻസ് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ശേഷമുള്ള പോർഷൻ റീഷൂട്ട് ചെയ്യുകയാണ്. അവിടെ നിങ്ങളെ അറിയിക്കാതെ ഈ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ഒന്നും പോവാതെ തന്നെ അതേപോലെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ അമ്മ ഷർട്ട് എടുത്ത് നനച്ചിട്ടേക്കാണ് ഗൈസ്. അതായത് നനയ്ക്കാൻ വേണ്ടി നനച്ചിട്ടേക്കാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സമയത്തിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ചേഞ്ച് വന്നത്. നിങ്ങൾക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പറയാനുള്ള കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കും, എന്ത് പറ്റി എന്താണ് സംഭവം എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ ഒരു ഗ്ലിച്ച് ഉണ്ടായതുകൊണ്ട് 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ? സോ നമുക്ക് നേരെ തിരിച്ചു വരാം. മെന്റലീവ്. സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. പീരിയോഡിക് ടേബിൾ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ആളാണ് ആര്? മെന്റലീവ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലോട്ട് പോവാം. ഇതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ സിമ്പിളി, നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ചൊക്കെയാണ് കിടക്കുന്നത്, ഞാൻ സിമ്പിളി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നോട്ടിലോട്ട് പോവാം. സോ നമ്മൾ
നോക്കാൻ വേണ്ടി പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണേടാ, നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ മെന്റലീവ് തന്റെ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ പീരിയോഡിക് ലോ കൊണ്ടുവരുന്നത് 1869. മെന്റലീവിന്റെ പീരിയോഡിക് ലോ എന്നാണ് വരുന്നത് 1869. എടാ നമുക്കറിയാം 2019 പീരിയോഡിക് ഇയർ ആയിട്ട് ആഘോഷിച്ചത്. ക്ലിയർ ആയോ? പീരിയോഡിക് ഇയർ അഥവാ പീരിയോഡിക് ടേബിൾ ഇയർ, അതായത് പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് ആഘോഷിക്കുന്നത് 2019. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1869 ശേഷം 150 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 2019 വരുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ 150ാമത് വാർഷികവുമായി ബന്ധപ്പെട്ടാണ് 2019 നമ്മൾ എന്തായിട്ട് ആഘോഷിച്ചത്? പീരിയോഡിക് ഇയർ ആയിട്ട് ആഘോഷിച്ചത്. ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നോക്ക്, പീരിയോഡിക് ഇയർ എന്നാണ് 2019. എന്താണ് കാരണം? മെന്റലീവ് 1869 പീരിയോഡിക് ടേബിൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ 150ാമത് വാർഷികവുമായി ബന്ധപ്പെട്ടാണ് 2019 നമ്മൾ എന്തായിട്ട് ആഘോഷിച്ചത്? പീരിയോഡിക് ഇയർ ആയിട്ട് ആഘോഷിച്ചത്. ഇനി നമ്മളെ മെന്റലീവ് അന്നുണ്ടായിരുന്ന 63 മൂലകങ്ങളെയാണ് തന്റെ പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആയോ? അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എത്ര എലമെന്റ്സ്, എത്ര മൂലകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 63 ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം അറ്റോമിക് മാസിന്റെ, ശ്രദ്ധിച്ചേക്കണേ, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എന്ത് അറേഞ്ച് ചെയ്തത്? തന്റെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇപ്പം മെന്റലീവ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ അറ്റോമിക് മാസ് കൂടി വരുന്ന രീതിക്കാണ് എന്ത് ചെയ്തത്? അറേഞ്ച് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഈ നമ്മുടെ പ്രോപ്പർട്ടീസ് റെഗുലർലി ഒരു ഗ്യാപ്പ് കഴിയുമ്പോൾ കുറച്ച് സിമിലർ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അതായത് അറ്റോമിക മാസിന്റെ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയ കിട്ടി. അതായത് പീരിയോഡിക് ആയിട്ട് റെഗുലർ ആയിട്ട് ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. അത് വെച്ച് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോ കൊണ്ടുവരികയാണ്. എന്ത് കൊണ്ടുവരികയാണ്? അദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇത്രയും കാര്യം പക്കാ മനസ്സിലായില്ലേ? അതായത് ഈ പീരിയോഡിക് ലോയുടെ മലയാളം എന്താണ്? ആവർത്തന നിയമം. ക്ലിയർ ആയോ? ആവർത്തന പട്ടികയുടെ നിയമം, ആവർത്തന നിയമം. ശ്രദ്ധിച്ചേക്കണേ, രണ്ട് കാര്യങ്ങളോടെ മനസ്സിലാക്കുക. സോ ഞാൻ ഒന്നും കൂടെ പറയാം. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ വന്നത് എന്നാണ് 1869. എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു? ഇപ്പൊ തന്നെ കേട്ട് പഠിച്ചു, ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കും പോലെ പഠിച്ച് തീർത്തിട്ട് പോണേ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ വന്ന വർഷം 1869. എന്നോട് പറ, 1869. 2019 എന്ത് വർഷം? പീരിയോഡിക് ഇയർ. കാരണം എന്താണ്? മെന്റലീവ് അവതരിപ്പിച്ച് എത്ര വർഷങ്ങൾക്ക് ശേഷം? 150ാമത് വാർഷികം. ക്ലിയർ. അടുത്ത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 63. എത്ര എണ്ണം? 63. അടുത്തത് അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. എന്തിന്റെ ഓർഡറിലാണ്? അറ്റോമിക് മാസ്. ഒന്നുകൂടി, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എന്ത് ചെയ്തത്? അറേഞ്ച് ചെയ്തത്. ഇനി പീരിയോഡിക് ടേബിളിന്റെ ലോ അഥവാ ആവർത്തന നിയമം കൊണ്ടുവന്ന ആളാണ് ആര്? മെന്റലീവ്. നോക്ക്, അവിടെ തെറ്റിപ്പോയത്. ആധുനിക ആവർത്തന നിയമമുണ്ട്, ആവർത്തന നിയമമുണ്ട്. ആധുനിക മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവരുന്നത് നമ്മുടെ ഹെൻറി മോസ്ലിയാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. ആവർത്തന നിയമം അഥവാ പീരിയോഡിക് ലോ കൊണ്ടുവന്നതാണ് ആര്? മെന്റലീവ്. സോ എന്തായിരുന്നു മെന്റലീവിന്റെ പീരിയോഡിക് ലോ? എളുപ്പമുണ്ട്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. ഒന്നുമില്ല, മെന്റലി ഇത്രേ പറഞ്ഞോളൂ. എടാ, നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് എലമെന്റ്സിന് എടുക്കുന്ന സമയത്ത് ഓരോ മൂലകങ്ങളുടെയും രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. ഏത് വാക്കാണ് ഇമ്പോർട്ടന്റ്? അറ്റോമിക മാസ്. മാസ് എന്ന വാക്കാണ് ഇമ്പോർട്ടന്റ്. അതായത് ആധുനിക പീരിയോഡിക് ലോ വരുമ്പോൾ ഇത് എന്ത് ചെയ്യും? മാറും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ശ്രദ്ധിച്ചേക്കുക. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് എന്ന് പറഞ്ഞ ആളാണ് ആര്? മെന്റലീവ്. സോ മെന്റലീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ മാസ് ആലോചിക്കുക. എന്താലോചിക്കുക? മാസ് ആലോചിക്കുക. മെന്റലീവ് മാസ് ആണ്. മെന്റൽ എന്ന് ആലോചിക്കുക. ഇവിടെ മെന്റൽ ആയിട്ടുള്ള ആൾക്കാരാണ് മാസ് ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ ആലോചിച്ച് നോക്കുക. അത്യാവശ്യം ഇത്തിരി പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നേരെ ചെന്ന് ഒരുത്തൻ്റെ അടുത്ത് ദേഷ്യം നിന്ന് അവനെ പിടിച്ച് ഒരു ഒറ്റയിടി എന്നിട്ട് മാസ് ആയിട്ട് നടന്നു വരും. നമുക്ക് പറ്റുമോ? നമ്മൾ ചെന്ന് ഇടിച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കിടക്കൂലേ? സോ അതുകൊണ്ട് ആലോചിക്കുക മെന്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്. ക്ലിയർ? ഓക്കെ. അപ്പൊ മെന്റലീവ് എന്ന് കേട്ടോണ്ടേ നിങ്ങൾ എന്താ ആലോചിക്കുക? മാസ് ആലോചിക്കുക. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ നമുക്ക് ഇനി ഇത് വായിച്ചു നോക്കടാ. മെന്റലീവ് എന്ന ശാസ്ത്രജ്ഞൻ അന്ന് വരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകൾ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടു. ക്ലിയർ? അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഇങ്ങനെ ഒരു ഇടവേള വെച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചാണ് അദ്ദേഹം എന്ത് കൊണ്ടുവന്നത്? ആവർത്തന നിയമം കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് മെറിറ്റും ഉണ്ട് ഡിമെറിറ്റും ഉണ്ട്, രണ്ടും പഠിക്കാം.
ശ്രദ്ധിച്ചിരിക്കുക, മെന്റലീവിന്റെ ശ്രദ്ധിച്ചിരുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റലീവിന്റെ പീരിയോഡിക് ലോ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മെറിറ്റും ഉണ്ട് അതേപോലെ എന്തുകൊണ്ട് ഡീമെറിറ്റും ഉണ്ട്. ഓക്കെ അല്ലേ? പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സവിശേഷതകൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരുമിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ NCERT എടുത്തതാണ്. അപ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. ഇതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം മെറിറ്റ് നോക്കാം. മെന്റലീവിന്റെ മെറിറ്റ് നോക്കാം. സോ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അറ്റോമിക മാസ് കൂടുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തത്. എന്താണ്? അറ്റോമിക നമ്പർ അല്ല, അറ്റോമിക മാസ് കൂടുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ചില എലമെന്റ്സിന്റെ അറ്റോമിക മാസ് തിരുത്തി. തെറ്റായിരുന്ന ചില എലമെന്റ്സിന്റെ അറ്റോമിക മാസ് എന്ത് ചെയ്തു, അദ്ദേഹം തിരുത്തി. അതായത് ഫോർ എക്സാമ്പിൾ, അന്ന് വരെ വിചാരിച്ചത് ബെർലിയത്തിന്റെ അറ്റോമിക് മാസ് 13 എന്നാണ് വിചാരിച്ചത്. അത് മെന്റലീവ് പറഞ്ഞു തെറ്റ്, 13 എന്നുള്ളത് തെറ്റ്. ബെർലിയത്തിന്റെ അറ്റോമിക് മാസ് 9 ആണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചേക്കുക, അന്ന് വരെ വിശ്വസിച്ച 13 എന്നാണ്. അതല്ല, അത് തെറ്റ്. ബെർലിയത്തിന്റെ അറ്റോമിക് മാസ് തെറ്റാണ്, അത് 9 ആണ്. ഇതേപോലെ 2-3 എന്താണ് എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് മെന്റലീവ് എന്ത് ചെയ്തു, തിരുത്തി. അതോടൊപ്പം അടുത്ത അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ പീരിയോഡിക് ടേബിളിൽ ചില സ്ഥലങ്ങൾ ഒഴിച്ചിട്ടു. ചില സ്ഥലങ്ങളിൽ വാക്വന്റ് ആയിട്ടുള്ള എന്ത് കൊടുത്തു, സ്പേസ് കൊടുത്തു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അതെന്താണ് അവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്, അതെന്താണ് അവിടെ സ്പേസ് കൊടുക്കുന്നത്? അപ്പം മെന്റലീവ് പറഞ്ഞു, അതാണ് മെന്റലീവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇനിയും എലമെന്റ് വരാനുണ്ട്, പക്ഷെ അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു നാൾ ഇനി എന്ത് ചെയ്യും, പുതിയ എലമെന്റ് കണ്ടുപിടിക്കും. അപ്പോ ആ എലമെന്റ് വന്ന് ചേരുന്നത് ഈ സെക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞ് അതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റ്സ് അദ്ദേഹം എന്ത് ചെയ്തു, പ്രവചിച്ചു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത് മാത്രമല്ല, ആ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്സിന്റെ സവിശേഷതകളും അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാണ്, നാളെ ഒരു സമയത്ത് ഒരു എലമെന്റ് കണ്ടുപിടിക്കും. ശരി, അത് ശരിയാണല്ലോ. ഇപ്പൊ 118 ഉണ്ട്, അങ്ങോട്ട് പോകെ അത് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞു, നാളെ ഒരു സമയത്ത് ഒരെണ്ണം കണ്ടുപിടിക്കും. അത് എല്ലാവർക്കും പറയാം. പക്ഷേ അത് എവിടെ വരുമെന്നും ആ എലമെന്റ് എങ്ങനെ ആയിരിക്കുമെന്നും ആര് പറഞ്ഞു, മെന്റലീവ് പറഞ്ഞു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോ. ഇപ്പൊ അലുമിനിയം ഉണ്ട്, സിലിക്കണും ഉണ്ട്. അലുമിനിയത്തിന്റെയും സിലിക്കന്റെയും താഴെ അദ്ദേഹം 2 കോളങ്ങൾ ഒഴിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു നാൾ ഇവിടെ പുതിയ 2 എലമെന്റ്സ് കണ്ടുപിടിക്കും. അപ്പൊ അത് വരുന്നത് നേരെ അലുമിനിയത്തിന്റെ താഴെയും സിലിക്കന്റെ താഴെയായിരിക്കും. എന്നിട്ട് അതിനെ അദ്ദേഹം അലുമിനിയത്തിന്റെ താഴെ വരാൻ പോകുന്നതിനെ അദ്ദേഹം വിളിച്ചു എക്കാ അലുമിനിയം. സിലിക്കന്റെ താഴെ വരാൻ പോകുന്നതിന് അദ്ദേഹം വിളിച്ചു എക്കാ സിലിക്കൺ. എന്നിട്ട് എന്തായിരുന്നു പ്രത്യേകത? അപ്പൊ ആൾക്കാർ ചോദിച്ചാൽ എന്താണ് എക്ക അലുമിനിയം എന്ന് വിളിച്ചത്? അതിന് അലുമിനിയത്തിന്റെ പ്രോപ്പർട്ടിയോട് സിമിലാരിറ്റി കാണും. എന്തുകൊണ്ടാണ് എക്ക സിലിക്കൺ എന്ന് വിളിച്ചത്? അതിന് സിലിക്കന്റെ പ്രോപ്പർട്ടിയോട് എന്ത് കാണും, സിമിലാരിറ്റി കാണും. കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ 2 എലമെന്റ്സ് കൂടി ചേരുകയാണ്. ഒന്ന് ജെർമേനിയവും ഒന്ന് ഗാലിയവും, ഒന്ന് ജെർമേനിയവും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു, സംഭവിച്ചു. പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ആയിരുന്നു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പക്കയായോ? സോ മെന്റലീവിന്റെ വലിയ പ്രത്യേകതയല്ലേ അത്? മെന്റലീവ് അതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഞാനത് പുഷ് ചെയ്ത് പറയാൻ കാരണം അത് അത്ര സെറ്റ് സാധനമാണ്. അതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റ്സിന് വാക്കന്റ് സ്പേസ് കൊടുത്തിട്ട് അവിടെ പുതിയ എലമെന്റ് വരുമെന്നും അതിന്റെ സവിശേഷതകളും അദ്ദേഹം എന്ത് ചെയ്തു, പ്രവചിച്ചു. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്തതായിട്ട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രൂപ്പുകളിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ക്ലിയർ? അദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ ഒരേ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. ക്ലിയർ? അപ്പോൾ മെറിറ്റ് 3 എണ്ണം മസ്റ്റ് ആയിട്ട് പഠിക്കണം, ശ്രദ്ധിച്ചിട്ട്. 1, അദ്ദേഹം അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. 2, അദ്ദേഹം എന്ത് ചെയ്തു, ചില ആൾക്കാരുടെ അറ്റോമിക മാസ് എന്ത് ചെയ്തു, തിരുത്തി. അതേപോലെ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങൾക്ക് വാക്കന്റ് സ്പേസ് കൊടുക്കുകയും അവയുടെ പ്രത്യേകത എന്ത് ചെയ്തു, ഗസ് ചെയ്യുകയും ചെയ്തു, പ്രവചിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് അദ്ദേഹം ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെല്ലാം ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ഇത്രയും കാര്യം സെറ്റ് അല്ലേ? ഇനി ഇദ്ദേഹത്തിന്റെ ഡീമെറിറ്റ് എന്താണ്? എന്തൊക്കെയാണോ മെറിറ്റിൽ പറഞ്ഞത് അതൊക്കെ തന്നെ ഇതിലങ്ങ് പറഞ്ഞാൽ മതി. ഡീമെറിറ്റ് പറഞ്ഞാൽ മതി. അതെങ്ങനെ പറഞ്ഞുതരാം. അദ്ദേഹം അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ എഴുതിയത്. പക്ഷേ അതെല്ലായിടത്തും പാലിക്കാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. അതായത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ലടാ, സാധിച്ചില്ല. ഫോർ എക്സാമ്പിൾ, ആർഗന്റെ അറ്റോമിക് മാസ് 40.
ക്ലിയർ. നമ്മുടെ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39 ക്ലിയർ. അതായത് ഇപ്പൊ എങ്ങനെയാണ് പൊട്ടാസ്യം കഴിഞ്ഞിട്ടല്ലേ ആർഗൺ വരേണ്ടത്, പക്ഷെ അങ്ങനെയല്ല വന്നത്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ആർഗൺ കഴിഞ്ഞിട്ടാണ് പൊട്ടാസ്യം വന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ അത് വലിയ കാര്യമൊന്നുമില്ല. സംഭവം ഇത്രേ ഉള്ളൂ, അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അറേഞ്ച് ചെയ്തു, പക്ഷെ അത് എല്ലാ സ്ഥലത്തും പാലിക്കാൻ ആർക്ക് പറ്റിയില്ല? മെൻഡലീവിന് പറ്റിയില്ല. ഇനി അദ്ദേഹം അടുത്തെന്ത് പറഞ്ഞു? ഒരേ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെല്ലാം ഒരേ ഗ്രൂപ്പിന്റെ അകത്തല്ലേ അദ്ദേഹം ഇട്ടത്, ഒരേ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെല്ലാം ഒരേ ഗ്രൂപ്പിന്റെ അകത്ത് കൊണ്ടുവന്നു എന്നാണല്ലോ മെൻഡലീവ് പറഞ്ഞത്. പക്ഷേ അതും എല്ലായിടത്തും ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല? പറ്റിയില്ല. ചില സ്ഥലങ്ങളിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെല്ലാം ഒരേ ഗ്രൂപ്പിന്റെ അകത്ത് എന്ത് ചെയ്തു? വന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോടാ, നമ്മുടെ സോഡിയം ഇല്ലേ, സോഡിയവും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യവും ഒക്കെ മൃദുലോഹങ്ങളാണ്. എന്താണ്? കാഠിന്യം കുറഞ്ഞ മൃദുലോഹങ്ങളാണ്. ഇവരുള്ള അതേ ഇതിന്റെ അകത്ത് കാഠിന്യം കൂടിയ സിൽവറിനെയൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ഉൾപ്പെടുത്തി. ക്ലിയർ ആയോ? സിൽവറിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. കോപ്പർ ഒക്കെ കാഠിന്യം കൂടിയതാണ്. ഇവരെ എല്ലാവരെയും ഒരേ ഗ്രൂപ്പിന്റെ അകത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ക്ലിയർ. സംഭവം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെല്ലാം ഒരേ ഗ്രൂപ്പിന്റെ അകത്തായിരിക്കും അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞു. പക്ഷെ അത് എല്ലായിടത്തും പാലിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അത് മാത്രം ഓർത്ത് വെച്ചാൽ. സോ 2 കേസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കേസ് നമ്പർ 1 അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്, പക്ഷെ അത് എല്ലായിടത്തും പാലിക്കാൻ ആർക്ക് പറ്റിയില്ല? മെൻഡലീവിന് പറ്റിയില്ല. അതേപോലെ തന്നെ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവരെല്ലാം ഒരേ ഗ്രൂപ്പിന്റെ അകത്ത്, പക്ഷെ അതും എല്ലായിടത്തും പാലിക്കാൻ ആർക്ക് പറ്റിയില്ല? മെൻഡലീവിന് പറ്റിയില്ല. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്ത് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ മെൻഡലീവ് ഹൈഡ്രജന് സ്ഥാനം കൊടുത്തില്ല. അപ്പൊ ഹൈഡ്രജൻ ചോദിച്ചു, ഞാൻ എന്താ പൊട്ടനോ? സംഭവം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്തുണ്ടായിരുന്നില്ല? സ്ഥാനം ഉണ്ടായിരുന്നില്ല. അതും ഒരു ഡീമെറിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഐസോടോപ്പുകൾക്കും എന്ത് ചെയ്തില്ല? സ്ഥാനം കൊടുത്തില്ല. ശ്രദ്ധിക്കുക, ഹൈഡ്രജനും സ്ഥാനം കൊടുത്തില്ല. അതേപോലെ ഐസോടോപ്പുകൾക്കും അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ എന്തുണ്ടായിരുന്നില്ല? സ്ഥാനം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഐസോടോപ്പുകൾക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറയുന്നത്? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണേടാ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കണേ. സംഭവം എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്? ഒരേ അറ്റോമിക് നമ്പരും സെയിം അറ്റോമിക് നമ്പരും അതുപോലെ തന്നെ ഡിഫറന്റ് മാസ് നമ്പരും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ ഗൈസ്, സംഭവം നമ്മളിത് ആറ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. സോ ഞാൻ പറഞ്ഞു പിന്നെ റിപ്പീറ്റ് അടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലോട്ട് പോവുകയാണേ. സോ നോക്കിക്കോളാം. സംഭവം ഇപ്പോൾ നമ്മൾ ഹൈഡ്രജന്റെ എടുത്തു അല്ലെങ്കിൽ കാർബണിന്റെ എടുത്തു. കാർബൺ ഈ കാർബണിന്റെ എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. ക്ലിയർ. എന്നിട്ട് ഐസോടോപ്പ് പറയുമ്പോൾ C12, C30, C40. അതായത് ഇവിടെ മാസ് നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ക്ലിയർ ആയോ? അപ്പൊ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ പറയുന്നത്? അറ്റോമിക മാസ് അല്ലേ അവിടെ ഘടകമായിട്ട് എടുക്കുന്നത്. അപ്പൊ അറ്റോമിക മാസ് എടുക്കുമ്പോൾ അദ്ദേഹം കാർബൺ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്സിജനോ, ജസ്റ്റ് ഞാൻ ചുമ്മാ ഓക്സിജനോ നൈട്രോജനോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ അറ്റോമിക് മാസ് പറഞ്ഞതിന് ശേഷം അടുത്ത ഐസോടോപ്പായ കാർബണിന്റെ C12 എഴുതണം, അതിനുശേഷം C13 എഴുതണം, C14 എഴുതണം. ക്ലിയർ. അതേപോലെ എന്താണ് ഹൈഡ്രജൻ വരികയാണെങ്കിൽ ഹൈഡ്രജന്റെ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ശരി, പക്ഷെ അങ്ങനെയാണെങ്കിൽ 1 2 3 ഇത് എഴുതണം. ക്ലിയർ ആയോ? അതായത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ? അപ്പൊ ഓരോന്നിനും ഓരോ മാസ് അല്ലേ? അപ്പൊ അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അഥവാ അതിനെ കൂടി എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അതിന് കാരണം അദ്ദേഹം എന്ത് വെച്ചാണ് പറഞ്ഞത്? അറ്റോമിക മാസ് വെച്ചല്ലേ പറഞ്ഞത്. ഇൻ കേസ് അദ്ദേഹം അറ്റോമിക നമ്പർ വെച്ചാണ് പറഞ്ഞതെങ്കിൽ പ്രശ്നമില്ല. കാരണം എന്താണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. എല്ലാ കാർബണിന്റെ ഐസോടോപ്പ് എടുത്താലും അറ്റോമിക് നമ്പർ എന്താണ്? 6 തന്നെ അല്ലേ? ക്ലിയർ. അപ്പൊ അറ്റോമിക് നമ്പർ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. 6 ശരി. അവിടെ ഞാനിപ്പോ എഴുതിയാണ് കാർബൺ കഴിഞ്ഞ ശേഷം അടുത്ത ഞാൻ എന്താണ് നമ്മളൊക്കെ ഒരു കോഡൊക്കെ ഉണ്ടോ? ബിസി ആണോ നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഹൈ നോ ആ സാധനം കോഡ് പറയുക. അപ്പൊ കാർബൺ കഴിഞ്ഞിട്ട് നൈട്രോജൻ അല്ലേ, അതിനുശേഷം ഓക്സിജൻ, ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. ഓക്കെ ശരി. അപ്പൊ അതിന്റെ അകത്ത് എല്ലാ ഐസോടോപ്പും അതിന്റെ അകത്തുണ്ട്. അറ്റോമിക് നമ്പർ ആണെങ്കിൽ പ്രശ്നമില്ല, അറ്റോമിക് നമ്പർ ആണെങ്കിൽ വിഷയമുള്ള കേസ് അല്ല. പക്ഷെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആകുമ്പോൾ ഐസോടോപ്പുകൾക്ക് ഓരോന്നിനും ഓരോ മാസാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. സോ പക്ഷേ മെൻഡലീവ് തന്റെ അറ്റോമിക് പീരിയോഡിക് ടേബിളിലെ ഐസോടോപ്പുകൾക്ക് എന്ത് കൊടുത്തില്ല? സ്ഥാനം കൊടുത്തില്ല. ഇത് ആറ്റത്തിന്റെ ക്ലാസ്സും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐസോടോപ്പിനെ പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ മനസ്സിലായി കാണും. സംഭവം സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐസോടോപ്പുകൾക്ക് സ്ഥാനം കൊടുത്തില്ല. ഞാൻ എന്തുകൊണ്ട് വിശദീകരിച്ചെന്ന് വെച്ചാൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, കുറച്ച് നല്ലതാണ്. സോ നമ്മൾ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ പറഞ്ഞാൽ ഓരോ ഐസോടോപ്പിനും ഓരോ മാസാണ്. സോ അപ്പൊ അതുകൂടി എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. പക്ഷേ അതിന് എന്ത് ചെയ്തില്ല? ഉൾപ്പെടുത്തിയില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഡീമെറിറ്റ് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേക്കുക. അദ്ദേഹം അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എല്ലായിടത്തും ഫോളോ ചെയ്തില്ല. ഒരേ ഗ്രൂപ്പില് സിമിലർ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതും എല്ലായിടത്തും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഐസോടോപ്പുകൾക്കും ഹൈഡ്രജനും അദ്ദേഹം എന്ത് ചെയ്തില്ല? സ്ഥാനം കൊടുത്തില്ല. അപ്പോ മെൻഡലീവിന്റെ മെറിറ്റുമായി ഡീമെറിറ്റുമായി പക്കയല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ കിടക്കുന്നത്. നോക്കിക്കോ. ഇനി ഇതിനെ
ഒരുമിച്ച് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഞാൻ ഒന്നും കൂടി ഇപ്പം തന്നെ പഠിച്ചു പോണേ, ഒന്നും കൂടി സവിശേഷതകളും അതായത് മെറിറ്റും ഡിമെറിറ്റും പറയാൻ അതിനുശേഷം വായിക്കാം. ഇത്രയേ ഉള്ളൂ. അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഒരു ഡിമെറിറ്റ് അപ്പം തന്നെ ആലോചിക്കുക, അത് എല്ലായിടത്തും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെല്ലാം ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് എല്ലായിടത്തും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അടുത്ത് ഹൈഡ്രജന് സ്ഥാനമില്ല, ഐസോടോപ്പുകൾക്ക് സ്ഥാനമില്ല. എന്നാൽ അദ്ദേഹം ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്സിന് എന്ത് ചെയ്തു? വേക്കന്റ് സ്പേസ് കൊടുക്കുകയും അതിന്റെ സവിശേഷതകൾ പ്രവചിക്കുകയും ചെയ്തു. പരിപാടി കഴിഞ്ഞ് നോക്ക്, നമുക്കിത് വായിച്ചു നോക്കാം. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഫസ്റ്റ്. അടുത്ത് അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. ഓക്കെ. അടുത്ത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ച് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. എന്ന് വെച്ചാൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെല്ലാം ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല, എല്ലായിടത്തും ഒരേപോലെ ആയിരുന്നില്ല. അടുത്ത് ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ല. അടുത്തത് ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. അപ്പൊ മെറിറ്റും ഡിമെറിറ്റും ഒരുമിച്ച് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ക്ലിയർ? അപ്പൊ അങ്ങനെ ഇതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. ഇനി മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ പറ്റി പറയും നമ്മൾ അടുത്ത് ഇനി മോസിലോട്ട് പതുക്കെ കടക്കുകയാണ്. ശ്രദ്ധിച്ചോ, മെന്റലീവ് 1869 ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി. ഇതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക. അപ്പൊ ആധുനിക ആവർത്തന പട്ടിക ആരുടെയാണ്? ഹെൻറി മോസ്ലിയുടെയാണ്. അറ്റോമിക നമ്പർ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പറഞ്ഞത്. അതാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് നോക്കാം. ക്ലിയർ? എന്തുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ഇത് രണ്ട് സ്ഥലത്ത് ഒരേപോലെ ഒന്ന് വെച്ചാൽ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ട് ക്ലാസ്, അതായത് ഐ തിങ്ക് 8ലും 9ലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ചെടുത്തിട്ടാണ്. സോ ഗൈസ് നോക്കിക്കോ, ഹെൻറി മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല, മറിച്ച് അറ്റോമിക നമ്പറിനെയാണെന്ന് കണ്ടെത്തി. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം മെന്റലീവിന്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. ഇത് ആധുനിക പീരിയോഡിക് നിയമം എന്നറിയപ്പെടുന്നു. സോ നമുക്ക് നോക്കാം, ഇതിലോട്ടൊക്കെ വായിക്കുന്നതിന് കാര്യം നോക്കാം. സംഭവത്തിലുള്ള ഹെൻറി മോസ്ലി നടത്തിയ പരീക്ഷണമാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്? അങ്ങനെ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ നമ്മുടെ ഈ ആറ്റത്തിന് മൂലകങ്ങളുടെയൊക്കെ ഗുണങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന അതിന്റെ അറ്റോമിക മാസിനെ അല്ല, മറിച്ച് അറ്റോമിക നമ്പറിനെയാണ്. അപ്പൊ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി എന്ത് ചെയ്ത്? പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ച നിയമമാണ് ഇത് മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? അപ്പൊ നമുക്ക് മോസ്ലിയെ പഠിക്കാൻ വേണ്ടി മെസ്സി എടുക്കാം. മോസ്ലിയെ പഠിക്കാൻ വേണ്ടി ഏതിനെടുക്കാം? മെസ്സി എടുക്കാം. സോ നോക്കിക്കോടാ, നമ്മൾ മോസ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. മെസ്സി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഫുട്ബോൾ കളിയില്ല. ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറെ ക്രിക്കറ്റിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് മെസ്സിയെ ഫുട്ബോളിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന്. സംഭവം നിങ്ങൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മെസ്സിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മെസ്സിയെ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ മറ്റേ കമന്റേറ്ററി കേട്ടിട്ടില്ലേ? അടയാളപ്പെടുത്തുന്ന കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളി എന്ന് ഷൈജു ദാമോദരന്റെ ഒരു കിട്ടിലും ഷൈജേട്ടന്റെ ഒരു കിട്ടിലും എന്തുണ്ട്? കമന്റേറ്ററി ഉണ്ട്. വേൾഡ് ഫേമസ് കമന്റേറ്ററി ആണ്. അത് മെസ്സിയെ പറ്റിയുള്ളതായിരുന്നു. എനിവേ നമ്മുടെ മെസ്സി എടുക്കാം. എടാ, ഈ ഫുട്ബോൾ കളിക്കാരാവട്ടെ, ക്രിക്കറ്റ് കളിക്കാരാവട്ടെ, അവരൊക്കെ അറിയപ്പെടുന്നത് അവരുടെ നമ്പർ വെച്ചല്ലേ. 10 എന്ന നമ്പർ എഴുതി കാണിച്ചാൽ ഏതൊരു ഫുട്ബോൾ ആരാധകനും പറയും അതും മെസ്സി, ആ നമ്പർ മാത്രം മതി. പക്ഷെ ഒരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ച് 10 എന്ന നമ്പർ എഴുതി കാണിച്ചാൽ അവിടെ വരിക സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മുഖമായിരിക്കും. എനിവേ നമ്മൾ നമ്പർ വെച്ചല്ലേ ഈ എല്ലാ കളിക്കാർക്കും എന്തുണ്ട്? ജേഴ്സിയില് നമ്പർ കാണും. സോ മെസ്സി നമ്പർ ഉണ്ട്, അറ്റോമിക് നമ്പർ വെച്ചാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കടാ, കളിക്കാർ ഫുട്ബോൾ കളിക്കാരാവട്ടെ, ഇവരൊക്കെ കളിക്കുന്ന സമയത്ത് ഒരുപാട് വീഴ്ചയും അതേപോലെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും വീഴ്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. മെസ്സിയൊക്കെ എപ്പോഴും നന്നായിട്ട് എന്തെടുക്കും? എക്സ്റേ എടുക്കും. ക്ലിയർ ആയോ? എപ്പോഴും എക്സ്റേ എടുക്കും. നമ്മൾ എപ്പോഴാണ് എക്സ്റേ എടുക്കുന്നത്? കയ്യോ കാലോ വീണ് പൊട്ടുമ്പോഴല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റേ എടുക്കുന്നത്. ബൈക്കിന് ആക്സിഡന്റോ കളിക്കാൻ പോയി എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പൊ മെസ്സിയുടെ കേസ് ആലോചിക്കും. മെസ്സിയൊക്കെ എപ്പോഴും കളിക്കുകയാണ്. അപ്പൊ മെസ്സിക്കൊക്കെ എപ്പോഴും എക്സ്റേ എടുക്കേണ്ടി വരുമോ എന്ന് ആലോചിക്കുക. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി മെസ്സി നല്ല മോഡേൺ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കണ്ട കയ്യിൽ പച്ചയൊക്കെ അടിച്ച് നല്ല മോഡേൺ ആയിട്ടുള്ള പയ്യനാണ് ആര്? മെസ്സി. സോ മോഡേൺ പീരിയോഡിക് ലോ. ക്ലിയർ ആയോ? മോഡേൺ പീരിയോഡിക് ലോ. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ? എമ്മോ എന്നെ ഞാൻ എന്ത് ചെയ്തത്? മോഡേൺ പീരിയോഡിക് ലോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ മെസ്സിയെ വെച്ച് എന്ത് ചെയ്യണം? ആലോചിക്കാം. മെസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്ലി. ക്ലിയർ? മോസ്ലി എന്ന് ആലോചിക്കുക. ഒരു കണക്ഷൻ ഇല്ലേ അവിടെ? ആലോചിക്കുക. നമ്പർ വെച്ചാണ് കളിക്കാരെ പറയുന്ന അറ്റോമിക് നമ്പർ. അവരൊക്കെ വീഴുന്നൊക്കെ കൊണ്ട് എപ്പോഴും എക്സ്റേ എടുക്കും. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. അതേപോലെ മോഡേൺ പീരിയോഡിക് ലോ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അത് തന്നെയല്ലേ ഇവിടെയും എഴുതി വെച്ചിരിക്കുന്നത്?
പറയുന്ന അറ്റോമിക് നമ്പർ, മോഡേൺ പീരിയോഡിക് ലോ, എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. ഇനി എന്താണ് ഈ മോഡേൺ പീരിയോഡിക് ലോ? എന്തായിരുന്നു പീരിയോഡിക് ലോ? ആവർത്തന നിയമം. ഇതിവിടെ ആവർത്തന നിയമം അതായത് മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് അല്ലെ. അറ്റോമിക മാസിന്റെ ആര് പറഞ്ഞത്? മെന്റലീവ് പറഞ്ഞത്. മോസ്ലി പറഞ്ഞു അല്ല അറ്റോമിക നമ്പറിന്റെയാണ്. ഞാൻ പറഞ്ഞുതരാം. നോക്ക്, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ്. മാസ് എന്നാണ് ആര് പറഞ്ഞത്? മെന്റലീവ് പറഞ്ഞത്. അത് പരിഷ്കരിച്ച് ആധുനിക പീരിയോഡിക് ലോ ആര് കൊണ്ടുവരുന്നു? ഹെൻറി മോസ്ലി കൊണ്ടുവരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? അത് അറ്റോമിക നമ്പറിന്റെയാണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. മാസ് വന്നാൽ അത് മെന്റലീവ്, നമ്പർ വന്നാൽ മോസ്ലി. പക്കയല്ല ഇത്രയും കാര്യം. അപ്പൊ ഇത്രയുമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സെയിം കേസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മെന്റലീവിന് നോക്കിക്കോ, മെന്റലീവിന്റെ പീരിയോഡിക് ലോയ്ക്ക് എന്തൊക്കെ ഡീമെറിറ്റ് ഉണ്ടോ അതിനെയെല്ലാം പരിഹരിച്ചാണ് ഏത് വരുന്നത്? മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ വരുന്നത്. സോ അതുകൊണ്ട് ഈ ഡീമെറിറ്റുകളെല്ലാം എന്ത് ചെയ്തു? പരിഹരിച്ചു എന്ന് ആദ്യം എന്ത് ചെയ്യുക? ആലോചിക്കുക. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് എന്തായിരുന്നു പ്രശ്നം? അറ്റോമിക മാസിന്റെ മെന്റലീവ് നമുക്ക് അങ്ങനെ നോക്കാം. അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ എഴുതിയത്. അത് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല? പാലിക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം അത് പാലിക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മോസ്ലി അറ്റോമിക് നമ്പർ വെച്ചല്ലേ എഴുതിയത്, അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ലേ. സോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അറ്റോമിക് നമ്പർ കൂടുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്തു. ഒരിടത്തും പ്രശ്നം വന്നില്ല. എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് അറ്റോമിക് നമ്പർ കൂടുന്ന രീതിക്ക് തന്നെ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. അടുത്തത്, അദ്ദേഹം ഒരേ ഗ്രൂപ്പിന്റെ അകത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആര്? മെന്റലീവ്. പക്ഷെ അത് എല്ലായിടത്തും പാലിക്കാൻ പറ്റിയോ? ഇല്ല. ചിലയിടത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ ഒരേ ഗ്രൂപ്പിന്റെ അകത്ത് എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു. ഇതല്ലേ മെന്റലീവിന്റെ മറ്റൊരു പരാജയം. പക്ഷേ മോസ്ലിയുടെ വന്നപ്പോൾ മോസ്ലി കറക്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിന്റെ അകത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു? ശ്രമിച്ചു. അദ്ദേഹം കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലെ ഒരാളെ പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റി നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള ആൾക്കാരൊക്കെ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അകത്തുള്ള ഒരു എലമെന്റിനെ പറ്റിയുള്ള പ്രോപ്പർട്ടി നമുക്ക് അറിയാമെങ്കിൽ അതേ പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്ത് ചെയ്യുക? താഴോട്ട് കിടക്കുന്ന ആൾക്കാർക്കും. സോ ഇദ്ദേഹം കുറച്ചും കൂടെ പറഞ്ഞു എന്ത് ചെയ്തു? എളുപ്പമാക്കി. ശ്രദ്ധിച്ചേക്കുക, മെന്റലീവ് ആണ് ഈ ഐഡിയ ആദ്യം കൊണ്ടുവന്നത്. ഒരേ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ ഒരേ ഗ്രൂപ്പിലാക്കുക. പക്ഷെ അത് എല്ലായിടത്തും പാലിക്കാൻ ആർക്ക് പറ്റിയില്ല? മെന്റലീവിന് പറ്റിയില്ല. മോസ്ലി കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് എല്ലാവരെയും ഒരേ ഇതിന്റെ അകത്ത് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പ്രശ്നം ഐസോടോപ്പുകൾക്ക് സ്ഥാനം കൊടുത്തില്ല എന്നുള്ളതല്ലേ മെന്റലീവിന്റെ അടുത്ത പ്രശ്നം. കാരണം അറ്റോമിക മാസ് വെച്ച് പറയുമ്പോൾ എന്ത് പറയണം? അറ്റോമിക മാസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഐസോടോപ്പിനെ കൂടെ പറയണം. പക്ഷേ മോസ്ലി നമ്പർ വെച്ചല്ലേ പറഞ്ഞത്. നമ്പർ വെച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ കാർബണിന്റെ ഐസോടോപ്പുകൾക്ക് എല്ലാവർക്കും ഒരേ അറ്റോമിക് നമ്പർ അല്ലേ. അറ്റോമിക് നമ്പർ എന്താണ്? സെയിം അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതവിടെ പ്രശ്നം ഉണ്ടായില്ല. സോ നമ്പർ വെച്ച് പറഞ്ഞുകൊണ്ട് ഐസോടോപ്പിന്റെ പ്രശ്നവും അദ്ദേഹം എന്ത് ചെയ്തു? പരിഹരിച്ചു. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡീമെറിറ്റ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ് മാസ് ഇൻക്രീസിംഗ് ഓർഡർ എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി ആർക്ക് പറ്റിയില്ല? മെന്റലീവിന് പറ്റിയില്ല. അതായത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. പക്ഷേ അത് എല്ലായിടത്തും പാലിച്ചോ? ഇല്ല. അത് നമ്മുടെ മോസ്ലി വന്നപ്പോൾ നമ്പർ വെച്ചായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അദ്ദേഹം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. ഇനി അതിനുശേഷം ഒരു ഗ്രൂപ്പിന്റെ അകത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ കൊണ്ടുവരാൻ മെന്റലീവ് ശ്രമിച്ചെങ്കിലും എല്ലായിടത്തും അത് പാലിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ മോസ്ലി കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ഒരേ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ എല്ലാം ഒരേ ഗ്രൂപ്പിന്റെ അകത്ത് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതും സെറ്റായി. അടുത്ത് നോക്ക്, ഐസോടോപ്പുകൾക്ക് സ്ഥാനം കൊടുത്തില്ല. പക്ഷേ ഇവിടെ മോസ്ലിയുടെ ആകുമ്പോഴത്തേക്കും നമ്പർ ആയതുകൊണ്ട് ഐസോടോപ്പ് ഒരു പ്രശ്നമേ അല്ല. ഇതാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് നോക്കാം. ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു പരിമിതിയാണല്ലോ. ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് മെന്റലീവിന്റെ പരാജയമാണ്. ഉദാഹരണമായി സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിൾ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ മോസ്ലി ശ്രദ്ധിച്ചു. അതിനാൽ ഒരു മൂലകത്തിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് മൂലകങ്ങളെ കുറിച്ചും ഒരു ധാരണ ലഭിക്കുന്നു. ക്ലിയർ? അടുത്ത് നോക്കിക്കോ. ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് അറ്റോമിക നമ്പർ കൂടി വരുന്ന നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഒരേ മൂലകത്തിന്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു. അറ്റോമിക നമ്പർ പറഞ്ഞുകൊണ്ട് ഐസോടോപ്പ് ഒരു വിഷയമേ അല്ല. അടുത്ത്, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു പരിമിതിയാണല്ലോ. നമ്പർ കൂടി വരുന്ന അറ്റോമിക മാസ് കൂടി വരുന്ന രീതിക്കല്ലേ നമ്മുടെ മെന്റലീവ് അറേഞ്ച് ചെയ്തത്. പക്ഷെ അത് എല്ലായിടത്തും പാലിക്കപ്പെട്ടോ? ഇല്ല. ഉദാഹരണമായി
ആർഗന്റെ അറ്റോമിക് മാസ് 40 പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39 ക്ലിയർ. അവിടെ എന്ത് ചെയ്തു? സത്യത്തിൽ പൊട്ടാസ്യം കഴിഞ്ഞിട്ടല്ലേ ആർഗൺ വരേണ്ടത്, പക്ഷെ വന്നത് എന്താണ്? ആർഗൺ കഴിഞ്ഞിട്ടാണ് പൊട്ടാസ്യം വന്നത്. അതൊരു പരിമിതിയാണ്. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ അറ്റോമിക മാസിന്റെ ഇത്തരത്തിലുള്ള ക്രമരഹിതം പ്രസക്തമല്ല. അറ്റോമിക നമ്പർ വെച്ചല്ലേ എഴുതിയിരിക്കുന്നത്, പിന്നെ അവിടെ അറ്റോമിക മാസിനെ നോക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഗൈസ് ശ്രദ്ധിച്ചിരിക്കുക. ഇതോടുകൂടി ഹിസ്റ്ററി തീർക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ടേബിള്, പീരീഡ് അതിനെപ്പറ്റി മനസ്സിലാക്കി നേരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരിയോഡിക് പ്രോപ്പർട്ടീസും ഗ്രൂപ്പ്, എലമെന്റ്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് ഒക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യും പോകും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേടാ. ഫസ്റ്റ് നമ്മൾ ആരെ പറ്റിയാണ് ഇതിൽ പറഞ്ഞത്? ലാവോസിയർ അല്ലേ? ലാവോസിയർ. സോ ലാവോസിയർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവോസിയർ എന്ത് ചെയ്തു? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും എന്ത് ചെയ്തു? വർഗീകരിച്ചു. ഈ ലാവോസിയെ തന്നെ ഉണ്ട് ലാവോ ലോഹം അപ്പൊ ലാവോസിയെ വർഗീകരിച്ചു. ഇനി അതിനുശേഷം നമ്മുടെ ആര് വരുന്നു? ഡോബറൈനർ വരുന്നു അല്ലേ? ഡോബറൈനർ എന്ത് ചെയ്തു? ഡോബറൈനർ വന്നിട്ട് ത്രികങ്ങൾ ട്രയാഡ്സ് 3 വീതമുള്ള ട്രയാഡ്സ് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മുടെ ആര് വരുന്നു? നമ്മുടെ ന്യൂലാൻഡ് വരുന്നു. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ പുതിയ ലാൻഡ്, ഇങ്ങനെ സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ന്യൂലാൻഡ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി. ന്യൂലാൻഡ് വന്നിട്ട് എന്ത് ചെയ്തു? അഷ്ടക നിയമം കൊണ്ടുവരുന്നു, അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് 8 അതേപോലെ അദ്ദേഹം സപ്തസ്വരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലേ സ രി ഗ മ പ ധ നി സ ഇതിങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരും. 1ാമത്തെയും 8ാമത്തെയും ആൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരും. ത്രികങ്ങൾ എന്തായിരുന്നു? ഓർമ്മയില്ലേടാ? അതായത് 3 വെച്ചുള്ള ലീനയ്ക്ക് അല്ലെ? ലീനയ്ക്ക് നമുക്ക് അത് തന്നെ എന്ത് ചെയ്യാം? ലീനയ്ക്ക് എക്സാമ്പിൾ എടുക്കാം. 1ാമത്തെയും 3ാമത്തെയും എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ശരാശരി നടുക്കുള്ളവന്റെ അറ്റോമിക് മാസിനോട് ഏകദേശം സെയിം ആയിരിക്കും. അതല്ലേ പറഞ്ഞത്? സോ അതാണ് ത്രികങ്ങളാണ് ആരത്? ഡോബറേറ്റത്. ന്യൂലാൻഡ് പുതിയ ലാൻഡിൽ ഓട്ടോ വീണു അല്ലെ? അയ്യോ കഷ്ടം അല്ലെ? സോ ന്യൂലാൻഡ് ഒക്ടേവ്സ്, ലോ ഓഫ് ഒക്ടേവ്സ് വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ കഷ്ടമായി അഷ്ടക നിയമങ്ങൾ, രണ്ടും സെയിം ആണ്. അഷ്ടക നിയമം തന്നെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളവും ഇംഗ്ലീഷും ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത് ന്യൂലാൻഡിന് ശേഷം ആര് വരുന്നു? മെന്റലീവ് വരുന്നു അല്ലെ? മെന്റലീവ് വരുന്നു. അറ്റോമിക മാസ് കൂടി വരുന്ന രീതിക്ക്. അതിനുശേഷം നമ്മുടെ ആര് വരുന്നു? മോസ്ലി വരുന്നു. അത് അറ്റോമിക നമ്പര് കൂടി വരുന്ന രീതിക്ക്. ക്ലിയർ അല്ലേ? പക്കാ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടിയുള്ളത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ് പഠിക്കാം. ഇവിടെ ഇങ്ങനെ എസ് ബ്ലോക്ക് എന്നും അതേപോലെ എന്താണ് പി ബ്ലോക്ക്, നമുക്ക് ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പക്കാ പഠിക്കാടാ. കാര്യങ്ങളെ പറ്റിയും ഗ്രൂപ്പുകളെ പറ്റിയും കുറച്ച് കോഡൊക്കെ വെച്ച് എന്ത് ചെയ്യാം? പഠിക്കാം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഉപലോഹങ്ങൾ താഴെ ഒരു കഴിഞ്ഞ 2 ലെവൽ എക്സാമിന് ചോദിച്ചാണ് പ്രിലിംസിന്. താഴെ പറയുന്നത് ഉപലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഉപലോഹങ്ങൾ? ഉപലോഹങ്ങളാണ് ഈ കളറൊക്കെ വെച്ച് എന്ത് ചെയ്യുന്നത്? അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കോഡ് ഉണ്ടാക്കി ഉപലോഹത്തെ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. സോ നമുക്ക് ഇതിന്റെ അകത്ത് നിങ്ങൾ ആലോചിക്കും 118 എലമെന്റും കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ക്ലിയർ? പോസിബിൾ എന്ന് വെച്ചാൽ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷെ അതത്രയും അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യുക? പിക്ക് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് ശ്രമിക്കേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം.